ഹായ്, ഇന്നൊരു വിശേഷപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, കാണിച്ച് നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി. ഈ വർഷത്തെ ലാസ്റ്റ് ചക്കയാണ്. പറിച്ച് നോക്കിയപ്പോൾ വെള്ളം കുടിച്ചിട്ടൊന്നുമില്ല, നന്നായിട്ടത് കിട്ടി. പൊടിഞ്ഞ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ എങ്ങനെയാണ് ഇനി അല്പം വെള്ളം പിടിച്ചാൽ തന്നെ എങ്ങനെയാണ് അപ്പച്ചമ്പിൽ ആവിക്ക് വെച്ച് അരിപ്പത്തട്ടിൽ വെച്ച് ചക്ക പുഴുങ്ങുന്നതെന്ന് ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുഴുങ്ങിയിട്ടില്ലാത്തവർ മഴക്കാലത്ത് ചക്ക കിട്ടിയാൽ അങ്ങനെയൊന്ന് പുഴുങ്ങാൻ വേണ്ടി ആ വീഡിയോ കണ്ടു നോക്കണേ. എൻ്റെ കപ്പ ഇരുന്നുകൊണ്ട് നല്ല ചൂട് ചക്കപ്പുഴുക്കും കുടംപുളി ഇട്ട് വെച്ച മീൻകറിയും കൂട്ടി കഴിക്കുക. ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണല്ലേ. നല്ല പുളി ഇട്ട് വെച്ച ചൂരമീൻ കറി, നല്ല ചക്കപ്പുഴുക്കും. ഇത് ലാസ്റ്റ് ചക്കപ്പുഴുക്കാണ്. മോൻ ചെറുപ്പത്തിൽ പറയായിരുന്നു, പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ചൂട് ചക്കപ്പുഴുക്കും കടുമാങ്ങ അച്ചാറും കൂട്ടി കഴിക്കണമെന്ന്. ഇപ്പം മഴ പെയ്യുന്നുണ്ട്, കടുമാങ്ങ ഇരിപ്പുമുണ്ട്. പക്ഷേ പപ്പയ്ക്ക് ഇഷ്ടം മീൻകറി ആയതുകൊണ്ട് മീൻകറി കൂട്ടി ചക്കപ്പുഴുക്ക് തിന്നുകയാണ്. നിന്നിഷ്ടം എന്നിഷ്ടം എന്നാണല്ലോ. നല്ല ചക്കപ്പുഴുക്ക് മീൻകറിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് മീൻകറി വെച്ച്. നല്ല കടുമാങ്ങ അച്ചാർ മതിയായിരുന്നു. നിന്നിഷ്ടം എന്നിഷ്ടം എന്നൊരു പടമുണ്ട്, കണ്ടായിരുന്നു? ആരാ നടീനടന്മാര്? മോഹൻലാലി ലിസിയ നമ്മളൊന്നിച്ച് കണ്ട പടവാ. കുറേ വർഷങ്ങൾക്ക് മുമ്പ്. എവിടുന്നാന്ന് പറയാവോ? തലശ്ശേരിന്ന് നമ്മൾ രണ്ടും കൂടെ കണ്ട പടവാണ് നിന്നിഷ്ടം എന്നിഷ്ടം. എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചക്കപ്പുഴുക്കിന് മീൻകറിയൊക്കെ വെച്ച് തന്നേക്കുവാ. അപ്പം തിന്നിട്ട് രണ്ട് നല്ല വാക്കൊക്കെ പറയണം. തിന്നിട്ട് എഴുന്നേറ്റങ്ങ് പോയാൽ പോരാ. ചിലവർ നല്ലതാണേ നല്ല ഫുഡാന്ന് പറയും, ചിലവർ നല്ലതാണേ തിന്നേച്ച് മിണ്ടാതെ എഴുന്നേറ്റങ്ങ് പോകും. ചിലവർ എത്ര നല്ലത് ഉണ്ടാക്കി തന്നാലും രണ്ട് കുറ്റം കണ്ടുപിടിക്കും. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ ആണുങ്ങൾ. അതുകൊണ്ട് ഒന്നെങ്കിൽ പറയാം, അല്ലെങ്കിൽ പാടാം. എന്നതാ പാടാവുന്നത്? ഇതിന് പറ്റിയ രണ്ട് വരി പാട്ട്. തിന്നുമ്പോ ഒന്നും ഓർമ്മയില്ലേ? എന്നാ എനിക്ക് ഓർമ്മയുണ്ട്. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന് തൃപ്തിയോടെ തിന്ന് കഴിയുമ്പോൾ, തിന്ന് കഴിഞ്ഞിട്ട് പാടിയാൽ മതി, ആദ്യം പാടണമെന്നില്ല. വിശന്നിരുന്ന് പാടിയാൽ ശരിയാകിയല്ലോ. തിന്ന് കഴിയുമ്പോൾ രണ്ട് വരി പാട്ടൊക്കെ പാടാം. ഏതാണെന്നറിയാവോ? ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. പാടത്തില്ലേ? ഇങ്ങനെയുള്ള നല്ല കുടംപുളിയിട്ട മീൻകറിയൊക്കെ വെച്ച് തരുമ്പം അത് കഴിക്കുന്നവരെ ഭാവഗായകരാക്കൂന്നാ ഞാൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ കൂടെ മാങ്ങാപ്പഴം ഉണ്ട്. അപ്പോൾ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. എന്നും ഇങ്ങനെ എവിടെ ചക്ക കിട്ടും? ചക്കയുടെ സീസൺ കഴിഞ്ഞു. അത് ശരിയാ, നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അല്ലാതെ അന്നേരം പറ്റുന്ന ഫ്രഷ് ചക്കയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിയാ. ഇപ്പം എല്ലാ സീസണിലും കായ്ക്കുന്ന സൈസ് പുതിയ ഇനം പ്ലാവിൻ തൈകളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ശരിയാ. ഞാൻ പഴയ കാലത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. എപ്പോഴും മാങ്ങാപ്പഴവും കഴിക്കാം, ചക്കയും കഴിക്കാം. ചക്കയുടെ ഗുണം എന്ന് വെച്ചാൽ ഇത് ഫൈബർ റിച്ച് ആണ്. ഇതിൻ്റെ കൂടെ ഒരു ചക്ക പഴുത്തതും ഉണ്ടായിരുന്നു. ചക്കപ്പഴം തിന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിട്ടായിരുന്നു. കാർബോഹൈഡ്രേറ്റും ഫൈബറും ഒരുമിച്ച് കിട്ടുന്ന ഒരു നല്ല ഹെൽത്തി ഫുഡാണ് ജാക്ക് ഫ്രൂട്ട്. ഏറ്റവും വലിയ പഴമാണ്. മീൻ കഷ്ണത്തിലോട്ട് കുടംപുളിയൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അല്ലേ? കാശ്മീരി ചില്ലിയുടെ ഗുണം. കൂടെ നല്ല മാങ്ങാപ്പഴം ഉണ്ട് കേട്ടോ. വാങ്ങിക്കൊണ്ടുവന്ന മാങ്ങയാണ്. ഇതിൻ്റെ പേരറിയത്തില്ല, എന്നാ പഴവാന്നറിയത്തില്ല. നല്ല മണമൊക്കെയുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ രാവിലെ ചക്കപ്പുഴുക്കും മീൻകറിയും പാൽച്ചായയും മാങ്ങാപ്പഴം ഒക്കെ കൂടെ കൂടി
ചക്കപ്പുഴുക്ക് കഴിച്ചു കഴിഞ്ഞ് കൈയൊക്കെ കഴുകി വന്ന മാങ്ങാപ്പഴം കഴിക്കുക കേട്ടോ. പുളിയുണ്ട്, നല്ല സ്മെല്ലൊക്കെയുള്ള മാങ്ങാപ്പഴമാണേ. എന്നാലും മധുരമുണ്ട്, കൂട്ടത്തിൽ കുറച്ച് പുളിയും ഉണ്ട്. എൻ്റെ പേരറിയിട്ടില്ല, വാങ്ങിയിട്ട് വന്നതാണ്.